സായാഞ്ജലി ഭാഗം 19. സായി എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് അനുരാധ ഡൽഹിയിൽ നിന്നും സായിയുടെ വീട്ടിലേക്ക് വണ്ടി കയറിയത്. അനുരാധയുടെ വരവ് സായിയുടെ വീട്ടുകാർക്ക് അറിയാമെങ്കിലും പെട്ടെന്നുള്ള ഈ തിരിച്ചുവരവ് എല്ലാവരെയും വളരെയധികം സന്തോഷപ്പെടുത്തി. അനുരാധയെ എല്ലാവരും അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ അനുരാധയുടെ മനസ്സിലെ കണക്കുകൂട്ടലുകൾ അറിയാതെ ഒരു സഹോദരിയെപ്പോലെ തന്നെ അനുരാധയെ സായി സ്നേഹിച്ചു. സായിയുടെ നിഷ്കളങ്കമായ സ്നേഹം അനുരാധ വളച്ചൊടിച്ച് തൻ്റെ മനസ്സിൻ്റെ ഇംഗിതത്തിനൊത്ത് അവൾ ആ സ്നേഹത്തെ ചിത്രീകരിക്കാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും സായിയോടുള്ള അനുരാധയുടെ മോഹവും പ്രണയവും തീവ്രമായിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ അഞ്ജലിയും സായും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴം കൂടി വന്നു. അനുരാഗത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അവർക്കിടയിൽ. അവരുടെ പ്രണയാർദ്രമായ നിമിഷങ്ങൾ കൊണ്ട് അവർ അവരുടെ ജീവിതം ആനന്ദകരമാക്കി. ഓരോ ദിവസവും അഞ്ജലി പൂക്കട തുറക്കുന്നത് പോലും സായിക്ക് പൂക്കൾ നൽകാൻ വേണ്ടി മാത്രമായി. സായിയുടെ ഓരോ ദിവസവും പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് അഞ്ജലി സുഗന്ധപൂരിതമാക്കിക്കൊണ്ടിരുന്നു. ഇരുവരും തങ്ങളുടെ പ്രണയത്തെ മനോഹരമാക്കാൻ ശ്രമിച്ചു. അവർക്കിടയിൽ ആരാണ് കൂടുതൽ പ്രണയിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവർ തമ്മിൽ മത്സരിച്ച് പ്രണയിക്കാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ അനുരാധ ഓരോ നിമിഷവും സായിയെ മോഹിച്ചു നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം സായി ഓഫീസിലിരിക്കുമ്പോൾ സായിയുടെ ഫോണിലേക്ക് അശ്വതി വിളിച്ചു. അഞ്ജലിയുടെ പിറന്നാൾ ദിവസം എന്നാണെന്ന് പറയാനായിരുന്നു അശ്വതി സായിയെ വിളിച്ചത്. അശ്വതി പറഞ്ഞത് പ്രകാരം അഞ്ജലിയുടെ പിറന്നാൾ നാളെയാണെന്നറിഞ്ഞ സായി അഞ്ജലിക്ക് വലിയൊരു സർപ്രൈസ് നൽകാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം സായി വീട്ടിലെത്തിയതും അഞ്ജലിയുടെ പിറന്നാളിൻ്റെ കാര്യം സായി അമ്മയോടും മഹിമയോടും പറഞ്ഞു. എല്ലാവരും കൂടി നാളെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് സായി ചോദിച്ചു. എന്നാൽ സായിയുടെ അമ്മ അത് ശരിയല്ല എന്നും അഞ്ജലിയുടെ പിറന്നാൾ ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള നിമിഷങ്ങളാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് നിങ്ങൾ ആഘോഷിച്ചാൽ മതി എന്നും സുമലത സായിയോട് പറഞ്ഞു. സായി ഏട്ടാ, അഞ്ജലി ചേച്ചിയെ പരിചയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പിറന്നാളല്ലേ, അത് നിങ്ങൾ രണ്ടുപേരും ആഘോഷിച്ചാൽ മതി. ആ സർപ്രൈസിനിടയിൽ ഞങ്ങൾ ആരും കടന്നു വരുന്നില്ല, മഹിമയും അമ്മയുടെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ സായി അഞ്ജലിയുടെ പിറന്നാൾ ദിവസം എങ്ങനെ ആഘോഷിക്കണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചു. അഞ്ജലിയെ കൂട്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ സായി തീരുമാനിച്ചു. ആ തീരുമാനം സായി അമ്മയോടും മഹിമയോടും പറഞ്ഞപ്പോൾ അവർക്കും ആ തീരുമാനം വളരെ ഇഷ്ടമായി. അന്ന് രാത്രിയിൽ അഞ്ജലിയുടെ അച്ഛനെ വിളിച്ച് സായി നാളത്തെ ട്രിപ്പിനുള്ള അനുവാദം വാങ്ങിച്ചു. എന്നിട്ട് അഞ്ജലിയോട് ഇക്കാര്യം പറയരുതെന്ന് അതിനുശേഷം സായി അഞ്ജലിയെ വിളിച്ചു. നാളെ രാവിലെ 6 മണിക്ക് സായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മഞ്ഞ ധാവണിയുടുത്ത് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്തിനാണെന്ന് അഞ്ജലി ചോദിച്ചപ്പോൾ പുതിയ പ്രോജക്റ്റിൻ്റെ ഒരു പൂജയ്ക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ പോകാനാണെന്ന് മാത്രം സായി പറഞ്ഞു. പിറ്റേ ദിവസം സായി പറഞ്ഞ പോലെ അഞ്ജലി മഞ്ഞ ധാവണിയുടുത്ത് ഒരുങ്ങി നിന്നു. കൃത്യം 6 മണിയായതും സായി വണ്ടിയുമായി അഞ്ജലിയുടെ വീട്ടിലെത്തി. സായിയെ കണ്ടതും അഞ്ജലി വേഗം സായിയുടെ അടുത്തേക്ക് ചെന്ന്, അമ്മയും അച്ഛമ്മയും ആരുമില്ലേ, നമ്മൾ മാത്രമാണോ പോകുന്നത്, അവരെല്ലാവരും അവിടേക്ക് എത്തിക്കോളും, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് വീട്ടുകാരോട് യാത്ര പറഞ്ഞ് സായി അഞ്ജലിയെ കൂട്ടി പുറപ്പെട്ടു. ഇരുവർക്കും ഇഷ്ടമുള്ള പ്രണയഗാനങ്ങൾ കേട്ടുകൊണ്ട് അവർ യാത്ര ചെയ്തു. അവർ ഒരുമിച്ചുള്ള ആദ്യത്തെ ട്രിപ്പായിരുന്നു അത്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ, ഈ അമ്പലം ഒരുപാട് ദൂരെയാണോ സായി, അഞ്ജലി ചോദിച്ചു. കുറച്ച് ദൂരെയാണ്, ഇനിയൊരു 85 കിലോമീറ്റർ കൂടി. ആഹാ, ഇത്രയും ദൂരെയുള്ള അമ്പലത്തിലാണോ പൂജ നടത്തുക, നമ്മുടെ അടുത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലോ, അതൊക്കെ അച്ചമ്മയുടെ ഓരോ താല്പര്യങ്ങളല്ലേ എന്ന് സായി പറഞ്ഞു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിർത്തി. സായും അഞ്ജലിയും മസാല ദോശയൊക്കെ കഴിച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ മെയിൻ റോഡിൽ നിന്നും സായി ഒരു കട്ട് റോഡിലൂടെ പോയി. അവിടെ നിന്ന് ഒരല്പം ദൂരം കഴിഞ്ഞതും ഒരു ഓടിട്ട വീടിൻ്റെ മുന്നിൽ സായി വണ്ടി നിർത്തി. സായ്, ഇത് ആരുടെ വീടാണ്, അതൊക്കെ പറയാം, നീ വായോ എന്ന് പറഞ്ഞ് അഞ്ജലിയെയും കൂട്ടി സായി ആ വീട്ടിലേക്ക് ചെന്നു. സായ്, നീ പറ, നമ്മൾ ആരുടെ വീട്ടിലേക്കാണ് വന്നത്, അഞ്ജലി വീണ്ടും ചോദിച്ചു. സായി കോളിംഗ് ബെൽ അടിച്ചതും ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. ആ സ്ത്രീയെ കണ്ട അഞ്ജലി അന്തം വിട്ടുപോയി. സന്തോഷം കൊണ്ട് അഞ്ജലിക്ക് വാക്കുകൾ കിട്ടിയില്ല.
പ്രശസ്തിയായ കഥാകൃത്ത് വിജയകുമാരിയായിരുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ വായിച്ചിരുന്ന പുസ്തകങ്ങൾ അധികവും അവരുടേതായിരുന്നു. ജീവിതത്തിൽ ആരെയെങ്കിലും ആരാധനയോടെ കാണാൻ അഞ്ജലി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരെയായിരുന്നു. അവരുടെ ഓരോ കഥയും അഞ്ജലിക്ക് മനഃപ്പാഠമായിരുന്നു. മനസ്സിൽ അത്രയും ആരാധിച്ചിരുന്ന അവരെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ അഞ്ജലിക്ക് വളരെയധികം സന്തോഷമായി. തിരിച്ച് അവരോട് യാത്ര പറഞ്ഞിറങ്ങിയതും സായി അഞ്ജലിയോട് പറഞ്ഞു, അഞ്ജലി, എൻ്റെ പ്രിയതമേ, ഇതാണ് നിനക്കുള്ള എൻ്റെ പിറന്നാൾ സമ്മാനം. സായ്, ഇത്രയും മൂല്യമേറിയ സമ്മാനം എനിക്കെൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. വർഷങ്ങളായുള്ള എൻ്റെ ആഗ്രഹമാണ് നീ ഇന്ന് എനിക്ക് സാധിച്ചു തന്നത്. ഐ ലവ് യു സായ്, ഐ റിയലി ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞ് അഞ്ജലി സായിയെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള അഞ്ജലിയുടെ ആലിംഗനം ആദ്യം സായിയെ ഒന്ന് അത്ഭുതപ്പെടുത്തിയെങ്കിലും പിന്നെ സായും അഞ്ജലിയെ ചേർത്തു പിടിച്ചു. ആ നിമിഷം ലോകം മുഴുവൻ സ്തംഭിച്ചതുപോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് അഞ്ജലി നാണം കലർന്ന ഒരു പുഞ്ചിരിയോടെ സായിയെ തള്ളി മാറ്റി. സായിക്ക് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാം. നമുക്കിനി ഒരു സ്ഥലത്തു കൂടി പോകാനുണ്ട്. വാ, വണ്ടിയിൽ കയറ്, സായി പറഞ്ഞു. ഇനി എവിടേക്കായിരിക്കും എന്ന ആകാംക്ഷയോടെ അഞ്ജലി സായിയോടൊപ്പം പോയി. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ സായി റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അഞ്ജലിയോട് ഇറങ്ങാൻ പറഞ്ഞു. അഞ്ജലി, ദാ ആ കാണുന്ന മലയുടെ മുകളിൽ ഒരു അമ്പലമുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മരണം വരെ അവർ ഒരുമിച്ചായിരിക്കും. ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ കഴിയില്ല എന്നാണ് വിശ്വാസം. സായിക്ക് എങ്ങനെ ഈ അമ്പലത്തെക്കുറിച്ച് അറിയാം? നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത്. തീർച്ചയായും ഈ അമ്പലത്തിൽ പോകണമെന്ന്. അഞ്ജലി, നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്കിപ്പോൾ സാധ്യമല്ല. പിന്നെ എന്നെ തനിച്ചാക്കി ഒരിക്കലും നീ പോകരുത്. എൻ്റെ മരണം വരെ നീ എന്നോടൊപ്പം വേണം, വികാരതീതനായി സായി പറഞ്ഞു. എന്താണ് സായി നീ പറയുന്നത്? നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ്? നീ ഇല്ലാതെ ഒരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. നീ എൻ്റെ ശ്വാസമാണ്. നീ ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിലില്ല. അത് പറയുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ആ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അവിടുത്തെ നേർച്ചകളെല്ലാം അവർ ഒരുമിച്ച് ചെയ്തു. രണ്ടുപേരും കൂടി ചേർന്ന് അവിടുത്തെ പ്രധാന നേർച്ചയായ തേങ്ങ ഉരുട്ടൽ, മുകളിൽ നിന്നും താഴേക്ക് 101 തേങ്ങകൾ ഉരുട്ടിവിടണം. ആ തേങ്ങകൾ മുഴുവൻ താഴെ ദേവിക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച കല്ലിൽ പോയി തട്ടി പൊട്ടിച്ചിതറണം. എങ്കിൽ അവരുടെ എല്ലാ ദോഷവും മാറി എന്നാണ് വിശ്വാസം. സായും അഞ്ജലിയും അവർ ഉരുട്ടിവിട്ട 101 തേങ്ങകളും സ്ഥാനമാറ്റമില്ലാതെ അവിടെ ചെന്ന് പൊട്ടിച്ചിതറി. രണ്ടുപേരും ചേർന്ന് ആ നേർച്ചകൾ മംഗളമായി ചെയ്തു തീർന്നപ്പോൾ, ഇനി നിങ്ങളെ ഒരു ശക്തികൾക്കും പിരിക്കാൻ കഴിയില്ല. ഈ ജന്മം മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കും. ദേവിയുടെ കടാക്ഷമുള്ളവർക്കേ ഈ നേർച്ച ഇത്രയും കൃത്യമായി ചെയ്യാൻ കഴിയൂ. ദൈവം കൂട്ടിച്ചേർത്തവരാണ് നിങ്ങൾ. ശാന്തി പറഞ്ഞത് കേട്ട് അവർ വളരെയധികം സന്തോഷിച്ചു. അമ്പലത്തിലെ പ്രസാദം വാങ്ങി അവർ തിരികെ മടങ്ങി. പെട്ടെന്ന് അവിടെ നല്ല മഴ പെയ്തു. പെട്ടെന്ന് മഴ വന്നപ്പോൾ ദേവി അവരെ അനുഗ്രഹിച്ചതുപോലെ അവർക്ക് തോന്നി. നനഞ്ഞ് തണുത്തു വിറച്ച് അവർ വേഗം കാറിനടുത്തേക്ക് ഓടി. മഴ കൂടിയപ്പോൾ തൊട്ടടുത്ത് ഒരു ഗുഹ പോലെ തോന്നിയ ഒരു പാറയ്ക്കിടയിലേക്ക് അവർ ചെന്നു. മഴ നനയാതെ അവർ ആ പാറയിലേക്ക് ചേർന്നു നിന്നു. പെട്ടെന്ന് കാൽ വഴുതി അഞ്ജലി വീഴാൻ പോയതും സായി അവളെ പിടിച്ചു. മഴ നനഞ്ഞു കുതിർന്ന് അവളുടെ മുഖത്തേക്ക് സായി നോക്കി. ചുണ്ടുകളും കവിളുകളും ചുവന്നു തുടുത്തിരിക്കുന്നു. പ്രണയത്തിൻ്റെ ദാഹമുള്ള ആ ചുണ്ടുകളിലേക്ക് അവൻ നോക്കിയപ്പോൾ അഞ്ജലിക്ക് നാണമായി. വിടർന്ന അവളുടെ കണ്ണുകളിൽ നിന്ന് പരന്നൊലിച്ച് കവിളിലേക്കിറങ്ങിയ കൺമഷി അവൻ വിരലുകൾ കൊണ്ട് പതിയെ തുടച്ചു. അവൻ്റെ മൃദുവായ വിരലുകൾ കൊണ്ട് അവളെ തലോടിയപ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. അഞ്ജലിയുടെ മുഖം സായ് അവൻ്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചു. പ്രണയപരവേശത്തോടെ സായ് അവളെ നോക്കി. അഞ്ജലിയുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളം സായ് അറിഞ്ഞു. അവളുടെ ചുണ്ടുകൾ തണുത്തു വിറയ്ക്കുമ്പോഴും അഞ്ജലി വിയർത്തൊലിക്കുന്നത് സായ് കണ്ടു. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർ ഭാഗത്തിനായി കാത്തിരിക്കും.